ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചാനലിൽ കുറച്ച് നാളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് പി സി ബിൽഡ് ചെയ്ത് തരുമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് പി സി ബിൽഡ് കൊട്ടേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പ്രൈസ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിപ്പോൾ കറൻ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. എന്തായാലും ഫ്യൂച്ചറിൽ അത് ചെയ്യുന്നതായിരിക്കും. അത് നമ്മളെ ചാനലിൻ്റെ ഗ്രോത്ത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും പി സി ബിൽഡ് കൊട്ടേഷൻസ് ഒക്കെ ചെയ്യുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബഡ്ജറ്റിൽ തന്നെ വാല്യുബിൾ ആയ ഒരു പി സി ബിൽഡ് തന്നെയായിരിക്കും ചെയ്തു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 20,000 രൂപയ്ക്ക് നമുക്ക് GTA 5 റോൾ പ്ലേ അതുപോലെ തന്നെ വാലറന്റ് ഗെയിം കളിക്കാൻ പറ്റിയ ഒരു പി സി ബിൽഡാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പി സിക്കകത്ത് നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഫ്യൂച്ചറിൽ സ്ട്രീം ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ തുടർന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്. എന്തായാലും നമുക്ക് ഈ ഒരു പി സിക്കകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പി സി ബിൽഡിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ ഇതൊരു APU പ്രൊസസ്സറാണ്. അതായത് ഇൻബിൽഡ് നല്ല രീതിക്ക് ഗ്രാഫിക്സ് വരുന്ന ഒരു പ്രൊസസ്സറാണ്. AMDയുടെ Ryzen 3 3200G എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. ഇതിനകത്ത് 4 കോറും 4 ത്രെഡുമാണ് വരുന്നത്. ഇതിൻ്റെ ബേസ് ക്ലോക്ക് നോക്കുകയാണെങ്കിൽ 3.60 GHz, ടെർബോ വരുന്നത് 4 GHz ആണ്. അപ്പോൾ ഈ ഒരു പ്രൊസസ്സറിൻ്റെ ഷോർട്ടേജ് കുറേ നാളായിട്ടുണ്ടായിരുന്നു. കാര്യം ഗ്രാഫിക്സ് കാർഡിൻ്റെ ഷോർട്ടേജ് ഉള്ള പോലെ തന്നെ ഈ ഒരു പ്രൊസസ്സറിനും ഷോർട്ടേജ് ഉണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GT 710 GT 730 പ്രൈസ് കൂടിയത് കാരണം ഒരുപാട് പേര് APU ബിൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു ഓപ്പൺ ബോക്സ് പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കൂളർ കിട്ടുന്നതല്ല, കൂളർ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന കൂളർ എന്ന് പറയുന്നത് കൂളർ മാസ്റ്ററിൻ്റെ ഹൈപ്പർ T20 എന്ന് പറയുന്ന ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഒരു കൂളർ തന്നെയാണ്. ഇതിനകത്ത് വരുന്ന സ്റ്റോക്ക് കൂളറിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് CPU കൂളറിൽ കിട്ടുന്നതായിരിക്കും. അടുത്ത നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന മദർ ബോർഡ് നോക്കുകയാണെങ്കിൽ ASRockൻ്റെ A320M HTV എന്ന് പറയുന്ന ഒരു മദർ ബോർഡാണ്. ഇതിനകത്ത് 2 RAM സ്ലോട്ടും ഒരു M.2 NVMe സ്ലോട്ടും വരുന്നുണ്ട്. വൈഫൈ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ അത്യാവശ്യം ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന ബെസ്റ്റ് മദർ ബോർഡാണ്. 4000 താഴെ തന്നെ നമുക്ക് M.2 SSD സ്ലോട്ടുള്ള മദർ ബോർഡാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് സാധാ SSDയും യൂസ് ചെയ്യാം, ഹാർഡ് ഡിസ്ക്കും യൂസ് ചെയ്യാം. പക്ഷേ M.2 SSD യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡായിരിക്കും, നമുക്ക് ഗെയിമിംഗ് പെർഫോമൻസ് കുറച്ചുകൂടെ ബൂസ്റ്റ് ആവുന്നതായിരിക്കും. അടുത്തതിനകത്ത് റാമിൻ്റെ സെക്ഷനിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ചൂസ് ചെയ്യുന്ന റാം എന്ന് പറയുന്നത് ക്രൂഷ്യലിൻ്റെ ബേസിക്സ് റാമാണ്. ഇതിനകത്ത് ഹീറ്റ് സിങ്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതൊരു നോർമൽ റാമാണ്. നമുക്ക് 2500 രൂപ ആ ഒരു ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ 3200 MHz 8GB 2 സ്റ്റിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്റ്റിക്ക് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ഇവിടെ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാര്യം നമ്മൾ GTA 5 റോൾ പ്ലേ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 16GB റാം കൂടിയേ തീരത്തുള്ളൂ, അല്ലെങ്കിൽ നല്ല രീതിക്ക് ഹാങ് ആവുന്നതായിരിക്കും. അതായത് നമ്മൾ 5mm ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ PC ടോട്ടലി ഹാങ് ആവുന്നതായിരിക്കും. അപ്പോൾ 16GB ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് GTA 5 റോൾ പ്ലേ കളിക്കാം. സോ അടുത്ത ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് WDയുടെ ഗ്രീൻ M.2 SSD ആണ്. 500GB SSD ആണ്. ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത് 540 430 MB ആണ്. 500GB M.2 എന്തായാലും ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഫൈനലി ഈ ഒരു പി സിക്കകത്ത് നമ്മൾ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പവർ സപ്ലൈ അഡീഷണൽ എടുക്കുന്നില്ല. ക്യാബിനറ്റ് വിത്ത് പവർ സപ്ലൈ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഫിംഗേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സെബ്രോണിക്സിൻ്റെയോ ക്യാബിനറ്റ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നോർമൽ പവർ സപ്ലൈ അതിൻ്റെ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പി സിക്ക് സഫീഷ്യൻ്റ് ആയിരിക്കും. അതല്ലാതെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ RGB ക്യാബിനറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ബഡ്ജറ്റിൽ വ്യത്യാസം വരും. അതായത് നമുക്ക് സെബ്രോണിക്സിൻ്റെ ഈ ഒരു RGB ക്യാബിനറ്റ് ചൂസ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ആ ഒരു 550 650 പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു നോർമൽ പവർ സപ്ലൈ ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. സോ അടുത്തത് നമുക്ക് ഇതിനകത്ത് എങ്ങനെ സ്ട്രീം ചെയ്യാന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു പി സിക്കകത്ത് നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് സ്ട്രീം ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് GTXൻ്റെ 1050 Ti ആണ്. പക്ഷേ നമ്മൾ ഫ്യൂച്ചറിൽ ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പവർ സപ്ലൈ കൂടി മാറ്റിയേ പറ്റത്തുള്ളൂ. ഒരു 450 വാട്ടിൻ്റെ പവർ സപ്ലൈ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ഗ്രാഫിക്സ് കാർഡ് കൂടി നമുക്ക് ആഡ് ചെയ്യാം. പക്ഷേ കറൻ്റ് ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസൊക്കെ വളരെയധികം ഹൈ ആണ്. GTX 1050 Tiയുടെ പ്രൈസ് ഇപ്പോൾ ഏകദേശം ഒരു 17 ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട്. 17,000 17K ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് ഹൈ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം അതിൻ്റെ പണ്ടത്തെ പ്രൈസ് എന്ന് പറയുന്നത് 10,000 രൂപയായിരുന്നു. അപ്പോൾ ഇപ്പോഴും 7,000 രൂപ ആ ഒരു ഗ്രാഫിക്സ് കാർഡിന് കൂടുതൽ തന്നെയാണ്. 1050 Tiയുടെ എൻകോഡർ വരുന്നത്, അതായത് NVENC എൻകോഡർ എന്നൊരു എൻകോഡർ ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രീം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക്